ഓണത്തിനെ കുറിച്ച് സംസാരിക്കുവാനായി ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 3.5 പതിറ്റാണ്ട് മുമ്പ് റിലീസ് ചെയ്ത വരവേൽപ്പ് എന്ന സിനിമയിലെ ഒരു മനോഹര ഗാനമാണ്. മലയാളികളെ ഗ്രഹാതൃത്വത്തിലേക്ക് ബസ് യാത്ര നടത്തിയ ഒരു ഗാനം. വെള്ളാരപ്പൂമലമേലെ ആകാശപ്പൂമോടി ചൂടി മുകിലാഴപ്പെട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ, ഓണത്താറാടി വരുന്നേ. മുമ്പൊരിക്കൽ തിരുവനന്തപുരം ബാർ അസോസിയേഷന്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട്, ഇലക്ഷൻ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഒരു ചിത്രം പകർത്തിയപ്പോൾ ഞാന് മേമ്പൊടിയായി ചേർത്തത് ഈ പാട്ടാണ്. അത് മറ്റൊന്നുമല്ല, തിരുവനന്തപുരം ബാർ അസോസിയേഷനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്നത് നന്മയും വിശുദ്ധിയുമുള്ള ഒരു ഗ്രാമസങ്കല്പമാണ്. 100,000 കാരിക്കേച്ചറുകളും 100,000 കഥകളും ഉള്ള ഒരു ഗ്രാമം. ഇപ്പോൾ എന്റെ പ്രിയ സുഹൃത്ത് അഡ്വക്കേറ്റ് വൈശാഖ് സുബോധൻ, ഞാൻ മമ്മൂട്ടി എന്ന് വിശേഷിപ്പിക്കുന്ന വൈശാഖ് ഞാൻ സങ്കല്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് നന്മയുടെ 100,000 കഥകൾ എഴുതാൻ കഴിയും, എനിക്ക് വായിക്കാൻ കഴിയും, പറയുവാൻ കഴിയും. അപ്പോ ഈ തിരുവനന്തപുരം ബാർ അസോസിയേഷൻ എന്ന ഗ്രാമത്തിലേക്ക് ഓണം എന്ന മനോഹരമായ സങ്കല്പം കടന്നു വന്നിരിക്കുകയാണ്. ഓണത്തെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നാണ്, അങ്ങനെയല്ലേ? അപ്പോ അതായത് ഉള്ളവനും ഇല്ലാത്തവനും എല്ലാം അവനവന്റെ പ്രാപ്തിക്കനുസരിച്ച് ആഘോഷമാക്കുന്ന ഒരു ഉത്സവം. എന്റെ ഓണം മനോഹരമാക്കുവാൻ ഞാൻ മനസ്സിൽ സങ്കല്പിക്കുന്ന ഒരു ചിന്തയുണ്ട്, മനസ്സിൽ കൊണ്ടുനടക്കുന്ന അനുഷ്ഠാനം പോലെ കൊണ്ടുനടക്കുന്ന ഒരു ചിന്തയുണ്ട്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ ഓണം ആഘോഷിക്കുമ്പോൾ തൊട്ട അയൽപ്പക്കത്തുള്ളവന്റെ വീട്ടിൽ ആഘോഷം നടക്കുന്നുണ്ടോ എന്ന് വെറുതെ ഒന്ന് നോക്കുക. നിങ്ങൾ ഓണം ആഘോഷിക്കുമ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്നവനും ജീവിതം ആഘോഷിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ഒരു പ്രവൃത്തി അവന്റെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ, ആഘോഷം കൊണ്ടുവരാൻ കഴിയും. ഈ ഒരു കാര്യം മാത്രം നിങ്ങളുടെ മനസ്സിൽ ഒരു അനുഷ്ഠാനം പോലെ കൊണ്ട് നടക്കണമേ എന്ന പ്രാർത്ഥനകളോട് മാത്രം എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ.